നിസ്കാരത്തെക്കുറിച്ച് യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പഠിക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ തന്നെ പഠിക്കണം. നമ്മൾ ഒപ്പമുള്ള ആൾക്കാരോട് ചോദിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഉംറയുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ചു കേരളത്തിൽ നിന്ന് എവിടെ നിന്നായാലും അതൊക്കെ പോകുമ്പോൾ ഉസ്താദിനോട് ചോദിക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഉസ്താദും ആ വിഷയത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, മിഞ്ഞാന്ന് ആ ഒരു മസാല പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ എനിക്ക് വിളിച്ചു, ഉസ്താദെ ഞങ്ങളോട് ജമ്മാക്കി നിസ്കരിക്കാനാണ്, ഞങ്ങൾ ആയിക്കോട്ടേനും പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായി ജമ്മാക്കുന്നു എന്ന് കരുതിയിട്ടൊന്നുമില്ല എന്നാണ്. ബസ് കയറി മദീനയിൽ പോയിട്ട് ജമ്മാക്കി നിസ്കരിക്കാം. ഈ ഇമാമ് പറഞ്ഞു, അല്ല അമീർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ബസ് ചെയ്യുന്നു ഇറങ്ങി മദീനയിലെത്തി, മദീനയിൽ പോയി ളുഹ്ർ അസ്ർ നിസ്കരിച്ചു, അല്ലെങ്കിൽ തിരിച്ച് മഗ്‌രിബ് ഇശാ നിസ്കരിച്ചു. പക്ഷേ ഈ ഒന്നും തിരിയാത്ത അടുക്കളയിൽ പാത്രം മോരിയിരുന്ന നമ്മുടെ ഉമ്മയാണ് അബായി മഫ്തിട്ട് ഉമ്മക്ക് ഇഹ്റാം ചെയ്ത് കയറിയിട്ടുള്ളത്. എൻ്റെ ഉമ്മാക്ക് ജമ്മിന്റെ മസല അറിയില്ല, എൻ്റെ അമ്മാക്ക് കസറിന്റെ മസല അറിയില്ല, ജംആക്കുമ്പോ അവരെ എങ്ങനെ നിയ്യത്ത് വെക്കണം എന്നറിയില്ല. പോലത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളല്ലേ ഖളാ ആയി പോകുന്നത്. അതുകൊണ്ട് ഞാൻ മിഞ്ഞാനത്തെ ആ വിഷയം ഒന്ന് ഉണർത്തി അതേ രൂപത്തിലുള്ള ഒരു മസാലയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതൊന്നും എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. സാധാരണക്കാരെ കരുതി ഒന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയുക എന്ന് മാത്രം. എല്ലാവരും വിവരമില്ലാത്തവരാണ് എന്ന് കരുതിന് ആരും സാധുവായി എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ ആമുഖമായി മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷം നമ്മൾ ളുഹ്റും അസറും ളുഹ്റിനെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കുകയാണെങ്കിൽ ളുഹ്ർ നിസ്കാരം എങ്ങനെ, അവിടെ തന്നെ ഒരു ശർത്തുണ്ട്. ഈ ളുഹ്ർ നിസ്കരിക്കാൻ ചുരുങ്ങിയത് ഒരു വഖ്ത് ശ്രദ്ധിക്കണം, അല്ല ഒരു റക്അത്ത് സമയത്തിലായി ലഭിച്ചാലേ ആ നിസ്കാരം അദാ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, പക്ഷെ നമ്മൾ റുകൂഇൽ എത്തിയപ്പോഴേക്ക് എന്ത് ചെയ്തു, ളുഹ്റിന്റെ ടൈം കഴിഞ്ഞു, ളുഹ്റിന്റെ സമയം കഴിഞ്ഞു. ആ നിസ്കാരം ഖളാ എന്നാണ് അതിനെപ്പറ്റി പറയാം. നേരെ മറിച്ച് ളുഹ്ർ നിസ്കരിച്ചു, ഒരു റക്അത്ത് പൂർത്തിയായി, അതായത് 2 സുജൂദും കഴിഞ്ഞതിനു ശേഷമാണ് അസറിന്റെ സമയമായത് എങ്കിൽ ഈ ളുഹ്ർ നിസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് സമയത്തിലായി ലഭിച്ചതുകൊണ്ട് ആ നിസ്കാരം അദാ ആണെന്ന് വെക്കും. അവിടെ ഞാൻ ഒരു ചെറിയ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ സഹോദരിമാരൊക്കെയും കേരളത്തിലുള്ളവർ പ്രത്യേകിച്ചും ളുഹ്ർ വളരെ വൈകി നിസ്കരിക്കുന്നവരാണ്. മിക്ക സഹോദരിമാരും ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായയിലേക്ക് പ്രവേശിച്ച് ചിലപ്പം ളുഹ്ർ ഒരു റക്അത്ത് കഴിഞ്ഞപ്പോഴായിരിക്കും പള്ളിയിൽ നിന്ന് അസ്ർ ബാങ്ക് കൊടുത്തത്. അപ്പൊ ഈ മസ്അല കേട്ടിട്ട് ഒരു സഹോദരി മനസ്സിലാക്കുകയാണ്, ഇന്റെ ളുഹ്ർ അദാ ആണ്. അന്ന് അബൂ റയ്യാൻ ഉസ്താദ് പറഞ്ഞത് എന്താണ്, ഒരു റക്അത്ത് സമയത്തിലായിട്ട് കിട്ടിയ ആ നിസ്കാരം അദാ ആണ്. പക്ഷെ അത് എല്ലാ നിസ്കാരവും അദാ ആയിക്കോന്നില്ല. കാരണം നമ്മുടെ പള്ളിയിലെ ബാങ്ക് വാച്ച് ചിലപ്പോൾ 5 മിനിറ്റ് പിന്നിലായിരിക്കാം, മുന്നിലായിരിക്കാം, അല്ലെങ്കിൽ അസറിന്റെ സമയമായിട്ട് മുക്കിരി ബാങ്ക് കൊടുക്കാൻ സമയം വൈകിയിരിക്കാം. ഇതുകൊണ്ടൊക്കെ നിന്റെ നിസ്കാരം അദാ ആണെന്ന് ആരും തീരുമാനിക്കണ്ട. അക്കാര്യം ഞാൻ സാന്ദർഭികമായി ഇടയിൽ വെച്ച് ഒന്ന് ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ളുഹ്റിനെ അസറിലേക്ക് പിന്തിച്ചു ജംആക്കണമെങ്കിൽ മറ്റൊരു നിബന്ധനയുണ്ട്. ളുഹ്റും അസറും ഉദാഹരണം, അത് മഗ്‌രിബും ഇശയുമാണെങ്കിലും വിധി അങ്ങനെ തന്നെയാണ്. ളുഹ്റിൽ നിന്ന് ചുരുങ്ങിയത് ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിയുന്നതിനു മുമ്പ് എന്ത് മനസ്സിൽ കരുതണം, ളുഹ്ർ എന്ന ഫർളിനെ അസറിനോട് കൂടെ പിന്തിച്ചു ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് കരുതണം. ഇത് ഇങ്ങനൊരു വ്യക്തിപരമായ നിയ്യത്ത് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ ഏറുവാടി, മുത്തുപ്പേട്ട, അജ്മീർ, ഉംറ, ഹജ്ജ്, മദീന, ഇങ്ങനെ പല യാത്രകളും ചെയ്യുമ്പോൾ ദീർഘയാത്രയാണെങ്കിൽ ജംആക്കി നിസ്കരിക്കാം എന്ന് നമുക്ക് മസ്അല അറിയാം. പക്ഷെ അങ്ങനെ നമ്മുടെ ഒപ്പമുള്ളവർ നമുക്ക് ജംആക്കി നിസ്കരിക്കാം എന്ന് പറയും. നമ്മൾ അതിനെതിരെ പ്രതികരിക്കാനോ എതിർക്കാനോ ഒന്നും പോവാതെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ടൈം ഈ നിലക്ക് കഴിയുന്നതിനു മുമ്പ് ഈ ഒരു കരുത്ത്
ഇല്ലാതിരുന്നാൽ വാസ്തവത്തിൽ ഇവിടെ ജംഅ് അല്ല നടക്കുന്നത്. ഈ ളുഹ്ർ വാസ്തവത്തിൽ അസറിന്റെ സമയമാവലോടുകൂടെ ഈ വ്യക്തി ഇങ്ങനെ കരുതാത്തത് കാരണം അവിടെ ഖളാ ആയി സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇത് പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നിടത്ത് എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മളൊക്കെ ഒരു ഉമ്മക്ക് നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉമ്മാനേറ്റ് പോകുമ്പോൾ നമ്മളാ പോകുന്നവരോടാ ഉമ്മ നമ്മളിനിപ്പോൾ മദീനയെ പോയിട്ടാ നിസ്കരിക്കുന്നത്, ഉമ്മ ഇങ്ങനെ കരുതിക്കോലിട്ടോ, നമ്മളൊന്ന് പറയണം നമ്മുടെ ഒപ്പമുള്ളവർ. ഇനി അത് ഒരു ബസ്സിൽ ഒന്നായിട്ട് യാത്ര ചെയ്യാൻ ആരും പറയുന്നില്ല നിൽക്കുക, നിങ്ങളൊന്ന് പറഞ്ഞാൽ ആ ബസ്സിലുള്ള ഒരു പകുതി ആൾക്കെങ്കിലും ആ ഒരു മസാല ഉപകരിക്കും. അതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യമായിരിക്കും. നമ്മുടെ ഉമ്മമാരുടെയും വിക്കിഹിയായ വിജ്ഞാനം അറിയുന്നവർക്കറിയാം. എൻ്റെ ഉമ്മാക്കൊന്നും ചിലപ്പം ഇങ്ങനെ അറിഞ്ഞോളണം എന്നില്ല, കാരണം ജീവിതത്തിൽ ഒരിക്കൽ ജമ്മു കസൂർ ഒരു യാത്ര ചെയ്തിട്ടില്ല, ഒരു ജംഇന്റെ മസാല കേട്ടിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചു ജമ്മാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പല സാധാരണക്കാരോടും ചോദിച്ചിട്ടുണ്ട്, പലവരോടും ചോദിച്ചിട്ടുണ്ട്. പലവരും പറഞ്ഞത് അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ സാധാരണക്കാരോടാണ് പറഞ്ഞത്. എന്ത് മുന്തിച്ച് നമ്മൾ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയത്തേക്ക് എല്ലോ ശ്രദ്ധിക്കണം, അസറിനെ മുന്തിച്ച് ജമ്മാക്കുമ്പോൾ അവിടൊരു നിയ്യത്തിന്റെ വിഷയം കിടക്കുന്നുണ്ട്. എന്താ നിയ്യത്തിന്റെ വിഷയം? നമ്മൾ ളുഹ്ർ നിസ്കാരത്തിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ നമ്മളിതാ യാത്ര പുറപ്പെടുകയാണ്, അതുകൊണ്ട് ളുഹ്റും അസറും മുന്തിച്ച് ജമ്മാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പള്ളിക്കൾക്ക് ഒലുണ്ടാക്കിയത് കയറിയാണ്. ശ്രദ്ധിക്കണം, സാധാരണക്കാർ ഇപ്പൊ ഏറുവാടി അജ്മീറും മുത്തുപ്പേത്തൊക്കെ യാത്ര പോകുമ്പോൾ ബസ് അങ്ങനെ പോകും, അല്ലെങ്കിൽ നമ്മൾ മദീനയിലേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ യാത്രക്ക് പോകുമ്പോൾ ബസ് പുറപ്പെടുമ്പോൾ ളുഹ്റിന്റെ സമയമായി, എല്ലാവരും പാടെ പള്ളിക്ക കയറി. ആ കൂട്ടത്തിലുള്ള ഒരു അമീർ പറയും നമ്മൾ ളുഹ്റും അസറും പാടെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാണ്. എന്ത് ചെയ്യും? എല്ലാവരും സാധാരണക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞമായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാത്ത, അതല്ലെങ്കിൽ ജമ്മും കസൂറെന്താണെന്ന് കേൾക്കാത്ത അവരും ഒലുണ്ടാക്കി കയറും. അവരും ഒലുണ്ടാക്കി കയറിയിട്ട് ഒരാൾ ഇമാമുക്കും ഓൻ ളുഹ്ർ ആദ്യം നിസ്കരിച്ചു, പിന്നെ മറ്റോൻ വീണ്ടും അസ്ർ നിസ്കരിച്ചു, ഇവനും അസ്ർ നിസ്കരിച്ചു, ഇവനും അസ്ർ നിസ്കരിച്ചു. അങ്ങനൊക്കെ എത്രയോ സാധാരണക്കാർ യാത്ര കഴിഞ്ഞു വരുമ്പോ വെറുതെ അവരോടൊരു കുശലാന്വേഷണത്തിന്റെ ഇടയിൽ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം ജമ്മാണെങ്കിൽ അപ്പങ്ങൾ എന്തേ കരുതിയില്ല, അതൊന്നും കരുതിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് അനുഭവം വെച്ച്, എന്റെ അനുഭവം വെച്ച് ഞാൻ എന്റെ KMIC ഈ കാര്യം വിശദീകരിക്കാറ്. എന്ത് വേണം? ളുഹ്റിന്റെ നേരത്തെ അസർ കൂടി നിസ്കരിക്കാനെങ്കിൽ അവർ എന്തു കരുതണം? ളുഹ്ർ എന്ന നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെയോ, അതല്ലെങ്കിൽ ആ ളുഹ്ർ നിസ്കാരത്തിന്റെ ഇടയിലോ, അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സലാമിലെ മീമുച്ചരിക്കുന്നതിനു മുമ്പ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും അതാണ് ഫറള്. കും എന്ന മീമിന്റെ ഉച്ചാരണത്തോടു കൂടെ ഫറൾ അവസാനിച്ചു. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, റഹ്മത്തുള്ളാഹി അതൊക്കെയും പറയൽ എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. ഞാൻ അവിടെ നിങ്ങൾക്ക് കുറേ ഇടങ്ങളായ മസല പറയുമ്പോൾ ഒരു ഓഫർ പറയാം. ഒരു ഓഫർ പറയുമ്പോൾ എപ്പോഴും നല്ലതാണ്. ഫിഖിയായ നമ്മൾ പത്തയ്യാത്തിനിരുന്നു, ഉറപ്പ ഇനി എന്താകും? അവനിക്ക് കീഴ്വായു പോവേണ്ട ഒരവസ്ഥ. രണ്ടാമത്തെ സലാം വീട്ടുമ്പോക്ക് സംഗതി പുരുത്തം പുതുന്നായി. ഓനാണെങ്കിലോ 4 റക്അത്ത് നിസ്കരിച്ചിരിക്കുന്നു. സാധാരണ നമുക്കൊരു ചൊല്ലുണ്ട് കാരണന്മാർക്ക് അത്തഹിയാത്തിൽ കീഴ്വായു പോയ മാതിരിന്ന്. അങ്ങനെയല്ല പറയാ, കാരണന്മാരെ ചൊല്ല് ഞാൻ ഓൺലൈൻ ആയതുകൊണ്ടൊന്ന് മാറ്റിയതാണ്. കാരണം എന്താ, അവസാനം അത് കൊളായിന്ന്. അവിടെ നോക്കി ഒരാൾ എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അവന്റെ കീഴ്വായു പോയി. അവിടെ വെച്ച് ഞാൻ നിസ്കാരം അവസാനിപ്പിച്ചാൽ മതി. ഇനി ഒരു രണ്ടാമത്തെ സലാം വീട്ടാൻ നിന്നാൽ ആ നിസ്കാരം അത് വാത്തിലാ. ഞാനൊരു ഓഫർ പറയാണ്, ഇനി ആദിക്കൊന്ന് നിസ്കരിക്കാൻ മതിയല്ലോ അഥവാണ്. നമ്മൾ അസ്സലാമു അലൈക്കും എന്നതിലത്തെ മീമിന്റെ ഉച്ചാരണം കഴിഞ്ഞതിന് ശേഷം പിടുത്തം വിട്ടു പോയി എന്ന് വെക്കുക, സംഗതി ഒന്ന് മുറിഞ്ഞു എന്ന് വെക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സലാം വീട്ടാൻ നിൽക്കാനാൻ മതി. രണ്ടാമത്തെ സലാം വീട്ടിയ എന്ത് ചെയ്തു? നിസ്കാരത്തിന്റെ ഇടയിലാണ് ഒന്നു സംഭവിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഓന അസ്സലാമു അലൈക്കും ഒരു സലാം, ഓന ഒന്നാമത്തെ സലാമേ നിർബന്ധമുള്ളൂ. രണ്ടാമത്തെ സലാം എന്താണ്?
സുന്നത്താണ്, ആ സുന്നത്തോൻ ചെയ്തില്ല, ആ സുന്നത്തോൻ അവിടെ അവസാനിപ്പിച്ച് ഒരു ഓഫർ പറഞ്ഞതാ, ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ചിലപ്പം നമ്മൾ ളുഹറിന്റെ നേരത്ത് അസർ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിയ്യത്ത് ഈ അസറിനെ ളുഹറിനോട് കൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ കരുതിയെന്നുള്ള നിയ്യത്ത് എവിടെ വരണം? ളുഹറിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തുടക്കം മുതൽ ളുഹറിന്റെ ഒന്നാമത്തെ സലാമിലെ അസ്സലാമു അലൈക്കും എന്നതിൽട്ട് മീമുച്ചരിക്കുന്നതിന് മുമ്പ് ഈ കരുത്ത് വരണം. എന്തുപോലെ നമ്മൾ ളുഹറിന്റെ നേരത്തെ അസറും കൂടി മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ എന്തുപോലെ നമ്മൾ ളുഹറിന്റെ നേരത്ത് ളുഹർ നിസ്കരിച്ചു, ഇനി അസർ നിസ്കരിക്കുമ്പോ എന്ത് കരുതുക? അസർ എന്ന ഫർളിനെ ളുഹറിനോട് കൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ കരുതി എന്ന് കരുതിയിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ ഇനി മനസ്സിലാക്കേണ്ടത് എന്താ? ഒരാൾ ളുഹറിന്റെ നേരത്ത് ളുഹറും അസറും കൂടി നിസ്കരിക്കാൻ, പക്ഷെ ളുഹർ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്താലോ നിയ്യത്ത് വെക്കേണ്ടത്? നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാ? തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വയിക്കുക. ആ നേരത്ത് ഈ ജംഇന്റെ കരുത്ത് വരണം, ഒന്നിരിക്കാൻ. അവൻ അപ്പ കരുതിയില്ല. നല്ല ശ്രദ്ധിച്ചോളി, സാധാരണക്കാർ മനസ്സിലാക്കാനാ. ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹർ എന്ന ഫർളിനെ 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ളുഹർ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഓ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. എന്നിട്ട് അവസാന അത്തഹിയ്യാത്തിന് ഇരിക്കുമ്പോ ളുഹറിന് നിസ്കാരത്തിന് സലാം വീട്ടിനേടെ മുമ്പ് മനസ്സിൽ കരുതി അസറിനെ ളുഹറിനോട് കൂടെ മുന്തിച്ച് ജംആക്കുന്നു. മനസ്സിൽ കരുതി, നാവേറ്റ് പറയാൻ പറ്റൂല, നിസ്കാരം പാത്തിലാവേ. മനസ്സിൽ കരുതി മതി. അങ്ങനെ ചെയ്യണ്ട്. അല്ലാതെ എങ്ങനെയല്ല ളുഹർ എന്ന ഫർളിനെ 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിസ്കരിച്ചിട്ടോ സലാം വീട്ടി. അപ്പൊ ഈ സലാം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ജംഇന്റെ ഒരു കരുത്തും ഓന്റെ ഖൽബിൽ വന്നിട്ടില്ല. പിന്നെ ഉടനെ അസർ നിസ്കരിക്കുക. അപ്പോൾ നിയ്യത്ത് വെച്ചുണ്ട് അസർ എന്ന ഫർളിനെ ളുഹറിനോടുകൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി. ഈ നിസ്കാരം ഇനി എന്തേ പറ്റുള്ളൂ? ആ അസർ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. ഇനി അസറിന്റെ സമയമാകുമ്പോഴേ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ.